പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, ഓരോ രാജ്യത്തിൻ്റെയും സമുദ്ര അതിർത്തി എത്രത്തോളമുണ്ട്, എങ്ങനെയാണത് നിർണ്ണയിക്കുന്നതെന്നൊക്കെ ചിലർ ചോദിക്കുകയുണ്ടായി. ഓരോ രാജ്യത്തിൻ്റെയും സമുദ്ര അതിർത്തി നിർണ്ണയിക്കുന്നത് UN കൺവെൻഷനിലൂടെയാണ് നിർണ്ണയിക്കുന്നത്. അത് പ്രകാരം ഓരോ രാജ്യത്തിനും 200 നോട്ടിക്കൽ മൈല് മത്സ്യസമ്പത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിലെ എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കും. 200 നോട്ടിക്കൽ മൈൽ. അത് കഴിഞ്ഞ് വരുന്ന സ്ഥലങ്ങളെല്ലാം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറും, ഇൻ്റർനാഷണൽ പാതയായിട്ട് മാറും. പക്ഷേ ഓരോ രാജ്യത്തിൻ്റെയും കരയിൽ നിന്ന് 19 നോട്ടിക്കൽ മൈൽ അകലെ കൂടി കപ്പലുകൾക്ക് പോകാനുള്ള അവകാശവും ഉണ്ട്. അപ്പോൾ 19 നോട്ടിക്കൽ മൈൽ അകലെ കൂടി ഓരോ രാജ്യത്തിൻ്റെയും കപ്പലുകൾക്ക് പോകാം സാധിക്കും. അപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. ഓരോ രാജ്യത്തിൻ്റെയും സമുദ്ര അതിർത്തി എന്ന് പറയുന്നത് 200 നോട്ടിക്കൽ മൈൽ മാത്രമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ പാതയാണ്. അപ്പോൾ 200 നോട്ടിക്കൽ മൈൽ വഴിയുള്ള കാര്യങ്ങൾ അതാത് രാജ്യത്താണ് തീർപ്പാക്കുന്നത്. 200 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞിട്ടുള്ളതെല്ലാം ഇൻ്റർനാഷണൽ ലെവലിലാണ് തീർപ്പാക്കുക. അപ്പോൾ പിന്നെ ഈ 19 നോട്ടിക്കൽ മൈൽ അകലെ കൂടി കപ്പലുകൾക്ക് പോകാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത് മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ പല രാജ്യങ്ങളിലായി ഇതുപോലെ ജയിലിൽ കിടക്കുന്ന ഒത്തിരി മത്സ്യബന്ധന തൊഴിലാളികളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയിലെ ഒത്തിരി ഇന്ത്യക്കാർ ജയിലിൽ കിടക്കുന്നുണ്ട്. സമുദ്ര അതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ജയിലിലിട്ടിരിക്കുന്നത്. അതുപോലെ പാകിസ്ഥാൻ ജയിലിലുണ്ട്. സമുദ്ര അതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ചുകൊണ്ട് പോകുന്നവർ. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോട്ടിക്കൽ മൈൽ എത്ര? 200 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 320 കിലോമീറ്ററാണ് ഓരോ രാജ്യത്തിന് അവകാശപ്പെട്ടത്. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ വളരെ കുറവായിരിക്കും, കിലോമീറ്റർ കുറവായിരിക്കും. അപ്പോൾ അവിടെ രണ്ടുപേരും തുല്യമായിട്ട് ചർച്ചകളിലൂടെ തീരുമാനിക്കുക എന്നാണ് UN നിന്നുള്ള തീരുമാനം. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം.